എന്തൊക്കെയാണെങ്കിലും ഡൊണാൾഡ് ട്രംപ് ഒരു നല്ല അധ്യാപകനാണ്. കഴിഞ്ഞ ഏതാനും മാസങ്ങളിൽ അദ്ദേഹം ഇന്ത്യ ഉൾപ്പെടെ ലോകരാജ്യങ്ങളെയും പല പാഠങ്ങളും പഠിപ്പിച്ചു. മറ്റുള്ളവർ ആ പാഠങ്ങളിൽ നിന്ന് എന്ത് പഠിച്ചു എന്നറിയില്ല. പക്ഷേ ഇന്ത്യ ഒരുപാട് പാഠങ്ങൾ പഠിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണെന്നറിയാമോ? ഈ മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് ഓരോ രാജ്യത്തിന്റെയും ഏറ്റവും വിലപ്പെട്ട ഒന്നാണ് ആ രാജ്യത്തിന്റെ കറൻസി എന്ന അതിന്റെ പരമാധികാരം. അതാണ് ഡൊണാൾഡ് ട്രംപ് നമ്മെ പഠിപ്പിച്ച ഏറ്റവും വലിയൊരു പാഠം. അതുകൊണ്ടാണ് കഴിഞ്ഞ മാസങ്ങളിൽ ഇന്ത്യ നിശബ്ദമായി പക്ഷെ ഫലപ്രദമായി ചില നടപടികൾ സ്വീകരിച്ചത്. ഈ നടപടികളുടെ ഗുണങ്ങൾ വരും തലമുറയ്ക്ക് വരെ അനുഭവിക്കാൻ കഴിയും. അവർ ഈ സർക്കാരിന് നന്ദിയും പറയും. ഈ നടപടികൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. വർഷങ്ങളായി ഇന്ത്യയുടെ വിദേശ നാണയ കരുതൽ ശേഖരത്തിന്റെ വലിയൊരു ഭാഗം US ട്രഷറി ബോണ്ടുകളിൽ നിക്ഷേപിച്ചിരുന്നു. ഒരു നിമിഷം കൊണ്ട് മരവിപ്പിക്കാൻ കഴിയുന്ന ഒന്നാണിതെന്ന് ആരും അന്ന് വിചാരിച്ചിരുന്നില്ല. പക്ഷേ 2022 US റഷ്യയുടെ $300 ബില്യൺ കരുതൽ ശേഖരം മരവിപ്പിച്ചു. അതിനുശേഷം ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ US ബോണ്ടുകളിലെ ഒരു സാമ്പത്തിക ആയുധമായി കാണാൻ തുടങ്ങി. 4.5% ലാഭം ഉണ്ടെങ്കിലും ഭൗമ രാഷ്ട്രീയ സംഘർഷങ്ങളിൽ അമേരിക്ക ഏത് തലത്തിലേക്കും ഇറങ്ങാൻ തയ്യാറാകുന്നതിൽ മടിക്കില്ല എന്ന് തെളിവുകളുണ്ട്. വിശ്വാസം എന്ന ഒറ്റ അടിത്തറയിൽ നിർമ്മിച്ച ഗ്ലോബലൈസേഷനെയാണ് അമേരിക്ക തകർത്ത് കളഞ്ഞത്. ഈ അടുത്തിടെ അമേരിക്ക ഇന്ത്യയോട് ചെയ്ത പല നടപടികൾക്കും ഇന്ത്യ ഒന്നും പ്രതികരിച്ചില്ല. ഒന്നും കാര്യമായി പ്രതികരിക്കാതിരുന്നതുകൊണ്ട് രാഹുൽ ഗാന്ധിയും MA ബേബിയും ഒക്കെ വിമർശിക്കുന്നു. ഇന്ത്യ അമേരിക്കയോട് കീഴടങ്ങി. മോദി സർക്കാർ ആകട്ടെ ട്രംപുമായി പൊതുവേദിയിൽ യാതൊരു വിധത്തിലുള്ള വാഗ്വാദത്തിനും പോയില്ല. അതിനുവേണ്ടിയുള്ള സമയം വ്യയം ചെയ്യാതെ നിശബ്ദമായ ഒരു നയമാറ്റത്തിന് ഇന്ത്യ തുടക്കമിട്ടു. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഇന്ത്യ US ട്രഷറി ഹോൾഡിംഗ്സിൽ നിന്ന് $50.7 ബില്യൺ ആണ് ലിക്വിഡേറ്റ് ചെയ്തത്. 2024 ഒക്ടോബറിൽ $241.4 ബില്യൺ നിന്ന് 2025 ഒക്ടോബറിൽ $190.7 ബില്യൺ ആയി കുറഞ്ഞു. അത് 21% ഇടിവാണ് ഇതുവരെയുള്ള ഏറ്റവും വലിയ തുടർച്ചയായ കുറവ്. ഭീതി വിതയ്ക്കാതെ, ഒച്ചപ്പാടില്ലാതെ ഈ അനിശ്ചിത ലോകത്ത് ബുദ്ധിപൂർവമായ ഒരു റിസ്കിംഗ് ആണ് ഇവിടെ നടന്നത്. ഈ പണം വിറ്റ് നഷ്ടപ്പെടുത്തി എന്ന് കരുതരുത്. 2026 ജനുവരി 16 കണക്കനുസരിച്ച് ഇന്ത്യയുടെ വിദേശ നാണയ കരുതൽ ശേഖരം $701.36 ബില്യൺ ആണ്. ഇത് ഒരു സർവകാല റെക്കോർഡാണ്. രൂപ ശക്തമായി നിൽക്കുന്നു. സമ്പദ് വ്യവസ്ഥ വളരുന്നു. 30 വർഷമായി വ്യാപാര ഡോളർ റിസ്ക് ഫ്രീ US ബോണ്ടിൽ നിക്ഷേപിച്ചിരുന്നു. ഇപ്പോൾ അത് മാറി കടലാസിന് പകരം സ്വർണത്തിലേക്ക് നിക്ഷേപം. ഇന്ത്യ ലോകത്തിലെ രണ്ടാമത്തെ വലിയ സ്വർണം വാങ്ങുന്ന രാജ്യമായി. കരുതൽ ശേഖരം 880 ടണ്ണായി ഉയർന്നു. $100 ബില്യൺ വില. മൊത്ത ശേഖരത്തിന്റെ 14.15%. ഈ സ്വർണം എവിടെ സൂക്ഷിക്കുന്നു? 2023 മാർച്ച് മുതൽ UK-യിൽ നിന്ന് 274 ടൺ തിരിച്ചു കൊണ്ടുവന്നു. അതിൽ 2025 മാർച്ച് മുതൽ സെപ്റ്റംബർ വരെ 64 ടൺ ഉൾപ്പെടെ ഇപ്പോൾ 65%-ലധികം സ്വർണം രാജ്യത്തിന്റെ നിലവറകളിൽ സൈനിക സംരക്ഷണത്തോടെ സുരക്ഷിതം. അമേരിക്കയുടെ ഇംഗ്ലീഷ് അനുയായികളുടെ കയ്യിൽ റിസ്ക് എടുക്കുന്നില്ല. 1991 67 ടൺ സ്വർണം UK-ക്ക് ഈടായി അയച്ചത് ഓർക്കുന്നുണ്ടല്ലോ. ഇത് പരമാധികാരത്തിന് വലിയ തിരിച്ചടിയായിരുന്നു അന്ന്. ഇതോടൊപ്പം 22 രാജ്യങ്ങളുമായി രൂപയിൽ വ്യാപാരം തീർപ്പാക്കൽ ക്രമീകരണങ്ങൾ ത്വരിതപ്പെടുത്തുന്നു. ഇത് ഉപരോധങ്ങളിൽ നിന്ന് വ്യാപാരത്തെ സംരക്ഷിക്കും. ഇതൊക്കെ രാത്രിക്ക് രാത്രി സംഭവിക്കുന്നതല്ല. ഉറച്ച തീരുമാനങ്ങളും ക്രിയാത്മക നയങ്ങളും കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു. ഇത് ഒരു സൂചന. ഡോളർ സംവിധാനത്തിലുള്ള വിശ്വാസം കുറയുന്നു. പല രാജ്യങ്ങളും ഇന്ത്യയെ പിന്തുടരും. അമേരിക്ക അവരുടെ അനുയായികളും ഇതിനെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കും. താരിഫുകൾ പോലുള്ള ഭീഷണികളും ഉണ്ടാവും. പക്ഷേ ദൃഢനിശ്ചയമുള്ള ഒരു നേതൃത്വത്തെ അത് ബാധിക്കില്ല. ഇന്ന് ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് മാത്രം.